Hi guys, once again welcome back. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശ് ബാത്തൻചല്ല എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു വില്ലേജിലാണ്. ഇവിടെ നിന്ന് യാഗണ്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ പോകാൻ നിൽക്കുന്നത് യാഗണ്ടി ടെമ്പിളിലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ സ്കേറ്റിംഗ് ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. നട്ടും ബോൾട്ടൊക്കെ ടൈറ്റ് ആണെന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. അതർവൈസ് എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. യാഗണ്ടിയിലേക്കുള്ള വേലാണ്, നമ്മളങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഈ റോഡ് കാലിയാണ്, ഹൈവേ ആണിത്. പക്ഷേ അധികം വണ്ടികളൊന്നുമില്ല ഇവിടെ. കാണിച്ചുതരാം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പോക്കറ്റ് റോഡ് കിട്ടും, കുറച്ചും കൂടി ഈസിയാവും. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയാവാനായി. ഞാൻ പോയോണ്ടിരിക്കുകയാണ്. നമ്മളൊരു മീഡിയം സ്പീഡിൽ പിടിച്ചാണ് പോകുന്നത്. ഞാൻ സ്പീഡ് എടുത്ത് ക്ഷീണിക്കാണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, റോഡിൽ ആരുമില്ല. എത്തിയിട്ടുണ്ട്, നമ്മൾ നല്ല റോഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് നമുക്കൊരു ലെഫ്റ്റിലോട്ടൊരു ടേണിങ് വരുന്നുണ്ട്. അതാണ് കറക്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ നോക്കാം. അടിപൊളി. ഇവിടെ കൂടുതൽ ഇങ്ങനത്തെ ബിസിനസ്സുള്ള മറ്റേ ഈ കടപ്പ എന്നതിൻ്റെ പേര് തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ നമ്മൾ പോകുമ്പോൾ ദിസ് വേ ത്രൂ നമുക്ക് കുറേ കാണാൻ പറ്റും ഈ സംഭവങ്ങൾ. ദെൻ അവിടെയുണ്ട് ഇവിടുത്തെ ഏറ്റവും മേജർ ബിസിനസ് പറഞ്ഞാൽ ഈ കടപ്പൻ്റെ ഈ കല്ലിൻ്റെ ബിസിനസ്സാണ്. ഇവിടെ ഒഴിഞ്ഞ പ്രദേശങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. സ്കേറ്റ് ചെയ്തപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ഇവിടെ റോഡ് ഭയങ്കര മോശമാണ്, കണ്ടത് തന്നെ എനിക്കറിയാം. ഓക്കെ ബൈ. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവിടേക്കാ പോണൊക്കെ ചോദിച്ച്. ഇതെല്ലാം കേൾക്കുന്നുണ്ടോ അല്ലേ? മൈക്ക് ചാർജ് തീരുമെന്ന് അറിയില്ല. പോയോണ്ടിരിക്കുകയാണ്. 2 കിലോമീറ്റർ കഴിഞ്ഞ് നമുക്കൊരു ലെഫ്റ്റിലോട്ടൊരു ടേണിങ് ഉണ്ട്. ഈ ഒരു റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. Continue on Sri Madalati Narsimha Swami Temple Road for 2 kilometers. 2 കിലോമീറ്റർ കണ്ടിന്യൂ ചെയ്യണം. ഇവിടുന്ന് ഉള്ളോട്ട് മൊത്തം നാനോ റോഡാണ്. അങ്ങനെ പോയോണ്ടിരിക്കുക. അത് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ. അവിടെ ഒരു പശു ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലൂടെ പോകാൻ കഴിയുന്നില്ല, അതിങ്ങോട്ട് വരികയാണ്. അതൊക്കെ മേത്തേക്കിട്ട് കയറുമോ, എന്താ ചെയ്യുക? അതിലോട്ട് പോകും. ഇതൊക്കെ ഏത് കാട്ടുമൊക്കെ ഗൂഗിൾ മാപ്പിൽ പോയതാ. അവിടെ മൊത്തം കാട്, ഒരുപാട് റോഡാണ്, ഒരുമാതിരി റോഡും. ഒരു 10 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നതാണ്. മൂഞ്ചി അവസ്ഥയാണ് ഇപ്പോൾ. എങ്ങനെ ഇതിൽ കൂടെ സ്കിറ്റ് ചെയ്യാം? അത് വണ്ടി അധികം കിട്ടുമോക്കട്ടെ. നമ്മളിങ്ങനെ റൈഡ് ചെയ്തപ്പോൾ കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ യാഗണ്ടി ടെമ്പിളിലേക്ക് പോകുന്നത്. അവിടെ റോഡ് ഭയങ്കര മോശമായിരുന്നു. ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്ത്. ഇവർ ഹായ്, I thank you so much guys to support me.
തെലുങ്ക് തെലുങ്കിൽ మాట్లాడు తెలుగు హాయ్ 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 స్వామి అందరూ బాగున్నారా మీ సైడ్ ఎలా ఉన్నారు చేశారా హాయ్ స్వామి പോയോണ്ടിരിക്കുകയാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയി റോഡ് ഭയങ്കര മോശമായിരുന്നു അവിടുന്ന് അപ്പോൾ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഐ ലവ് തെലുങ്ക് പീപ്പിൾ സോ മച്ച് ഭയങ്കര നല്ല ആൾക്കാരാണ് ഉള്ളത് നമ്മുടെയൊക്കെ എന്തൊക്കെയാണ് പക്ഷേ നല്ല മനുഷ്യന്മാരാണ് അവിടെ വളരെ പോയോണ്ടിരിക്കുകയാണ് ഇവർ വീഡിയോസൊക്കെ എടുത്തു തരുന്നുണ്ട് അവിടെ എന്താ ഭംഗിയേറി കാണാൻ ഭയങ്കര ഭംഗി അവിടെ കാണാൻ അതാണ് യാഗണ്ടി നല്ല ചെറുക്കുണ്ട് റോട്ടിൽ മൂവ് ചെയ്യണില്ല శ్రీశైలం బ్యాక్ టు శ్రీశైలం బ్యాక్ టు శ్రీశైలం പേര് చెప్పు അബഷ മുരളി അവളങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ ഇവരെ കണ്ടാണ് നല്ല ആൾക്കാരാണ് ഇവിടുത്തെ ആന്ധ്രാപ്രദേശിലുള്ള ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നൈസ് പീപ്പിളാണ് അടിപൊളിയാണ് ടെമ്പിളിലേക്ക് കഴിഞ്ഞ് 1 കിലോമീറ്റർ സാധാരണ 5 കിലോമീറ്റർ ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ടെന്ന് അവർ പറയുന്നത് ഇവിടുന്ന് ടിക്കറ്റ് ഉണ്ട് അങ്ങോട്ട് കയറാൻ ഇവർ പറഞ്ഞ് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് കോൾ ചെയ്തോളാം ഞാൻ ഫ്രീ ആയിട്ട് കയറിക്ക് പറഞ്ഞു ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ പറഞ്ഞ് അപ്പോൾ ടിക്കറ്റ് ഇല്ലാതെ നമുക്ക് ഇവിടെ കയറാൻ പറ്റും അവർ ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് വേണ്ട ജസ്റ്റ് പോയിക്കോന്ന് പറഞ്ഞു നമ്മൾ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഉള്ളിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ നോക്കാം എന്താവുമെന്ന് ഇതാണ് ഈ പറഞ്ഞ കുളം അടിപൊളി സ്പേസാണ് കുറേ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട് അവിടെ ഇതാണ് ടെമ്പിൾ നമ്മൾ പറഞ്ഞ ടെമ്പിൾ നമ്മളിതിൻ്റെ മുകളിലോട്ട് പോയോണ്ടിരിക്കുകയാണ് അടിപൊളി സ്പേസാണിത് ഉള്ളോട്ട് പോയോണ്ടിരിക്കുകയാണ് ഞാൻ രാത്രി ആയിരുന്നു ഇവിടെ വന്നത് ഇപ്പോൾ ആകെ ചേഞ്ച് ആയിട്ടുണ്ട് രാത്രി വന്നപ്പോൾ എനിക്ക് മുകളിലോട്ട് ഇത്ര ലേറ്റ് ഒന്നും ഇല്ലായിരുന്നു മൊത്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വളരുമെന്നാണ് ഇവർ പറയുന്നത് ഇത് ഓരോ ഇയേഴ്സ് കൂടും ഈ തൂണ് ഇവിടെ നിന്ന് എടുത്താണ്ട് ഷിഫ്റ്റ് ചെയ്യും അവിടെ നിന്ന് മാറ്റി ഇതാക്കുമെന്ന് അവർ പറയുന്നത് അത് ഇങ്ങനെ വലുതായി ഇങ്ങനെ വരുമെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല തെളിവില്ലാത്തതുകൊണ്ട് സത്യമാണോ അറിയില്ല ചിലപ്പോൾ ആയിരിക്കാം മേ ബി അടിപൊളിയാണ് നല്ല രസമുണ്ട് കാണാൻ ബാക്കിൽ കാണുന്ന ടെമ്പിളില്ലേ ഫ്രണ്ട് കാണുന്ന ഇതിലേക്ക് കയറാൻ പോവാണ് ഈ ഗുഹൻ്റെ ഉള്ളിലേക്ക് അടിപൊളിയാണ് ഉള്ളിൽ ഞാൻ രാത്രി വന്നതാണ് അടിപൊളി ഇതാണ് അതിൻ്റെ ഉള്ളിലോട്ട് കുറേ സ്റ്റെപ്പ് കയറാണ്ട് ഉള്ളിലോട്ട് കയറി
ജസ്റ്റ് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. പുറത്തോട്ട് ഇറങ്ങാണ്. ഹായ് പോലെ നമ്മള് പറയുമ്പോ ബായ്. നമ്മള് വരുമ്പോ കണ്ടില്ലായിരുന്നു, അവരാണിത്. ഹായ്. ഓക്കെ, നൈസ് ടു മീറ്റ് ഗൈസ്. ഇത്രേ ഉള്ളൂ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. നമ്മൾ നേരെ സ്കേറ്റിംഗ് എടുക്കും. സ്കേറ്റിംഗ് എടുത്ത റൂം പോവും. അതിനാണോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. ഇതേപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്ക് ഇതേപോലത്തെ വീഡിയോസ് ചെയ്യാം. ഏതെങ്കിലും നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെ നിങ്ങൾ പറഞ്ഞാൽ മതി, അവിടെ പോയിട്ട് നമുക്ക് ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോസ്. ഹാവ് എ നൈസ് ഡേ. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ. സീ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ഇന്ന് ചിലപ്പോൾ നൈറ്റ് ലൈഫ് ചിലപ്പോൾ ഞാൻ നാളെ കേരളത്തിലേക്ക് പോകും. ആൻഡ് യാ, അത്രയുള്ള വീഡിയോസ്. ഹാവ് എ നൈസ് ഡേ.